കൃത്യമാണ് ഷോൺ ജോർജിന്റെയും പി സി ജോർജിന്റെയും പ്രതികരണം. അവർക്ക് മനസ്സിലായി കാലിന്റെ അടിയിൽ അവരുണ്ടാക്കി വെച്ച മണ്ണ് പോലും ഒലിച്ചുപോയി. BJP ക്രിസ്തീയ വിഭാഗങ്ങളിൽ, സവർണ ക്രിസ്ത്യാനി വിഭാഗങ്ങളിലേക്ക് വലിയ തോതിൽ കടന്നു കയറാൻ ശ്രമം നടത്തിയിരുന്നു. ചിലയിടത്തൊക്കെ അത് വിജയിച്ചിരുന്നു. ഇപ്പൊ തൃശ്ശൂർ ജയവും മറ്റു ചില മണ്ഡലങ്ങളിലെ വോട്ടും, തിരുവല്ല ഉള്ള മണ്ഡലങ്ങളിലെ ആദ്യത്തെ വോട്ടും ഒക്കെ അവർക്ക് അതിന് സഹായകമായിരുന്നു. സാബു ജേക്കബുമായി ബന്ധമുണ്ടാക്കി കുറെ ക്രിസ്തീയ വിഭാഗങ്ങളെ ഞങ്ങൾ കൂടെ കൊണ്ടുവരാം എന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ തകർന്നു പോയി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പി സി ജോർജും ഷോൺ ജോർജും ഇപ്പോൾ ഇത്ര വല്ലാതെ വേവലാതിപ്പെടുന്നതും അലറി വിളിക്കുന്നതും. എന്താണ് പി സി ജോർജ് പറഞ്ഞത്? വിവരമില്ലാത്ത കുറെ മെത്രാന്മാർ, കോൺഗ്രസ്സുകാരായ കുറെ മെത്രാന്മാർ, കാര്യങ്ങൾ അറിയാത്ത കുറെ ആളുകൾ ആരോ ഇങ്ങനെ വലിയ തോതിൽ ബഹളമുണ്ടാക്കി ഈ UDF പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. മെത്രാന്മാർ UDF പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് പി സി ജോർജ്. കാരണം നിങ്ങൾ എന്തിനാണ് ഈ അവസാന നിമിഷത്തിൽ FCR എന്ന് പറയുന്ന സാധനം എടുത്തിട്ടത്? FCR ഇട്ടപ്പോൾ നിങ്ങൾ ഇതാ മാറ്റും, ജോർജ് കുര്യൻ, ഷോൺ ജോർജ് അവരെ എന്നൊക്കെ പറഞ്ഞ് മാറ്റും എന്നൊക്കെ പറഞ്ഞെങ്കിലും മാറ്റില്ല എന്ന് നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ട്, ക്രിസ്തീയ വിഭാഗങ്ങൾക്കുണ്ട്, പുരോഹിതന്മാർക്കുണ്ട്, അവരുടെ ബിഷപ്പുമാർക്കൊക്കെ ഉണ്ട്. എന്താ കാര്യം? ഇതൊരു ഭീഷണി കാണിച്ചതാണ്. അതാണ് കാര്യം. ഇത് യഥാർത്ഥത്തിൽ നടത്തുന്നതിന് ഭീഷണിയാണ്. ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. വഖഫ് നിയമം കൊണ്ടുവന്നതുപോലെ ഇവരുടെ ആസ്തികൾ ഏത് സമയവും സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിയമം വരികയാണ്. വഖഫ് നിയമത്തിന്റെ അതേ രൂപം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. വേറെ അർത്ഥത്തിൽ വഖഫ് നിയമം വന്നപ്പോൾ അത് ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകളുടെ പ്രശ്നമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചവരാണ് ഈ BJP-ക്കാരും ഷോൺ ജോർജും പി സി ജോർജും. ഇപ്പോഴെന്ത് സംഭവിച്ചു? FCR വന്നപ്പോൾ തന്നെ പലരും പല നിലപാടെടുത്തില്ലേ? ആദ്യഘട്ടത്തിൽ ഷോൺ ജോർജ് മെത്രാമാരെ തെറി പറയാൻ മടിച്ചിരുന്നു ഇലക്ഷന് മുമ്പ്. പെട്ടെന്ന് ഷോൺ ജോർജ് നിലപാട് മാറ്റി. ഷോൺ ജോർജ് പി സി ജോർജിന്റെ നിലപാടിനെ 100% അംഗീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഇത് മെത്രാന്മാരെ ആരോ ദുരുദ്ദേശം ചെയ്തതാണ്. സംശയമില്ല ഷോൺ ജോർജ്, മെത്രാന്മാർക്കും ക്രിസ്തീയ സഭകൾക്കും ക്രിസ്തീയ വിശ്വാസികൾക്കും കൃത്യമായ നിലപാടറിയാം. അവർ മതത്തിന്റെ പേരിലല്ല പറയുന്നത്. അവരുടെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അതിന് കേന്ദ്രത്തിൽ ഇടപെടാൻ കഴിയുന്ന കോൺഗ്രസ് ഉണ്ടാവണം. BJP-യുടെ ഭീഷണി നേരിടണമെങ്കിൽ CPM കൊണ്ടോ LDF കൊണ്ടോ ആവില്ല. അത് ജോസ് കെ മാണിയെ കൊണ്ടാവില്ല. കാരണം ജോസ് കെ മാണിക്ക് എപ്പോഴും ഇപ്പുറത്താണ്. മാത്രമല്ല പലപ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയവുമായി വിട്ടുവീഴ്ച ചെയ്യുന്ന നിലപാടുകളാണ് ഇടതുപക്ഷം എടുക്കുന്നത് എന്ന് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ബോധ്യമുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവര്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഇപ്പൊ മലപ്പുറത്തിനെതിരെ പറയുന്നത് നാളെ ഇടുക്കിക്കും കോട്ടയത്തിനും പത്തനംതിട്ടയ്ക്കും എതിരെ പറയാലോ. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് മിത്രമാർക്കൊക്കെ എതിരെ. അപ്പൊ ചുരുക്കത്തിൽ BJP-യുടെ ഭീഷണിയെ നേരിടാൻ LDF-നാവില്ല, UDF-നും കോൺഗ്രസിനുമേ കഴിയൂ എന്ന തോന്നൽ മെത്രാന്മാർക്കും ക്രിസ്ത്യാനി വിഭാഗങ്ങൾക്കും ഉണ്ടായെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കേരളത്തിന് പുറത്ത് ക്രിസ്തീയ മതവിശ്വാസികളോട്, പുരോഹിതരോട്, കന്യാസ്ത്രീകളോട് എടുക്കുന്ന നിലപാട് എന്താണെന്ന് വായിച്ചറിയാമല്ലോ. മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് പല സ്ഥലത്തും. ഏറ്റവും ഒടുവിൽ 2 കന്യാസ്ത്രീകൾ ഒറീസയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന് ഒറീസയിലേക്ക് പോകുമ്പോൾ അവരെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്ത് ആധാർ കാർഡ്, പാൻ കാർഡ്, ഇൻ കാർഡ് ഒക്കെ മേടിച്ചു. കാരണം അവർ കന്യാസ്ത്രീകളാണ്. അപ്പൊ ആ അർത്ഥത്തിൽ വലിയ തോതിൽ ഒരു അന്യമത വിരോധം പറയുന്ന BJP-യുടെ ആളുകളായി നിങ്ങൾ നിന്ന് എന്തൊക്കെ തട്ടിപ്പ് പറഞ്ഞാലും വിദ്യാസമ്പന്നരും ലോകപരിചയമുള്ളവരുമായ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൽ നിങ്ങൾക്ക് വേരോട്ടം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ വിലാപം ആരും കേൾക്കാൻ പോകുന്നില്ല.